കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 42-43 വാക്യങ്ങൾ. അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരീസയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. പ്രിയ നിറഞ്ഞവരെ, ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു വാണിംഗ്. നമ്മുടെ എല്ലാം മാനുഷിക ജീവിതത്തിൽ മനുഷ്യരുടെ പ്രശംസയുടെ പിറകെ പോകുവാനുള്ള വലിയൊരു പ്രലോഭനം നമുക്കുണ്ട്. മനുഷ്യരുടെ പ്രശംസയ്ക്ക് പുറകെ പോകുന്നവർക്ക് മിച്ചം വയ്ക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ദൈവമഹത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നിടത്ത് എൻ്റെ ജീവിതത്തിൽ അത് വലിയ സമ്പത്തായി പിന്നീട് മാറുകയും ചെയ്യും. ഇവിടെ അധികാരികളിൽ ഒരുപാട് പേർ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ അത് ഏറ്റുപറയാൻ മനസ്സ് കാണിച്ചില്ല. കാരണം അവർ പുറത്താക്കപ്പെടുമെന്നൊരു ഭയം, മനുഷ്യർ തങ്ങളെ വിലമതിക്കില്ല എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലേക്ക് കയറി വന്നു. അപ്പോൾ മനുഷ്യരുടെ പ്രശംസയ്ക്കായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തത്. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുടെ പ്രശംസയേക്കാളധികം ദൈവമഹത്വത്തിന് വില കൊടുക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ ദിവ്യകാരുണ്യത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ തന്നെയാണ് ഇതിന് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഉച്ചരിക്കുന്ന വാക്കുകൾ ദൈവമഹത്വത്തിൻ്റെ വചനങ്ങളാണ്, ദൈവത്തെ മഹത്വപ്പെടുന്ന വചനങ്ങളാണ്. മനുഷ്യരുടെ പ്രശംസയായിരുന്നു മറിയം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. അമ്മയുടെ മാതൃകയെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി നമുക്ക് മാറാം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം തന്നെ ദൈവമഹത്വത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇത് ദൈവേഷ്ടമാണോ അല്ലയോ എന്ന് ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറാം. ദൈവത്തെ ആരാധിക്കുന്നവരും നന്ദി പറയുന്നവരും അവിടുത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നവരായി നമുക്ക് മാറാം. മനുഷ്യരുടെ പ്രശംസയെല്ലാം തന്നെ അത് വെറും പാഴ്വാക്കുകളായി നമ്മുടെ ജീവിതത്തിൽ മാറും. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രിയ നിറഞ്ഞവരെ, പലപ്പോഴും അത് തിന്മയിലേക്ക്, പലപ്പോഴും അഹന്തയിലേക്കും അഹങ്കാരത്തിലേക്കൊക്കെ അത് നയിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ വിപത്ത് കൂടി ഈ മനുഷ്യരുടെ പ്രശംസയുടെ പിറകിലുണ്ട്. ദൈവം പ്രശംസിക്കുന്നവരായി നമുക്ക് മാറാം. ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യനാഥനായ തമ്പുരാനെ, ഞങ്ങളും ബലഹീനരായ മനുഷ്യരാണ്. പലപ്പോഴും മനുഷ്യരുടെ പ്രശംസയുടെ പുറകെ പോകാനുള്ള ഒരു പ്രലോഭനം ഞങ്ങളെ കീഴടക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവ മഹത്വവും ദൈവേഷ്ടത്തിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോനാഥ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. ചാലു തേടുന്ന മാൻപേട പോലെ എൻ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുമ്പോൾ, നീർച്ചാലു തേടുന്ന മാൻപേട പോലെ എൻ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുമ്പോൾ, കുർബാനയായി കൂദാശയായി കുർബാനയായി കൂദാശയായി എന്നുള്ളിൽ അലിയുന്ന സ്നേഹമേ, എൻ ജീവനായി തീരുന്ന സ്നേഹമേ, നിന്നെ സ്തുതിക്കാൻ ഞാനുണരുമ്പോൾ എന്നെ കാക്കുന്ന സ്നേഹമേ യേശുവേ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന്, നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.